സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലെയറിന്റെ ഒരു കിടിലൻ ചാപ്റ്റർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നമ്മുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. കാരണം ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള ആനിമി റിലേറ്റഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ നമ്മുടെ പേജിൽ ഇനിയും വരുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫാമിലിയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിലുള്ള ലിങ്കും താഴെ കൊടുത്തേക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ഉത്തരം പറഞ്ഞ് 4 പേരായിരിക്കും ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അന്ന് ഞാൻ ചോദിച്ച ചോദ്യം നമ്മുടെ സൺ ബ്രീത്തിങ്ങിൽ എത്ര ഫോംസ് ഉണ്ടെന്നായിരുന്നു. കുറെ പേര് 13 കുറെ പേര് 12 കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം 13 എന്നാണ് കേട്ടോ. സോ ആദ്യം പറഞ്ഞ ആളുടെ പേരാണ് യൂസർ. സെക്കൻഡ് വൺ ഈസ് അമീർ സുഹേൽ ആൻഡ് ദി തേർഡ് വൺ ഈസ് ഗെയിമിംഗ് വിത്ത് സ്റ്റാർ 3591 ആൻഡ് ദി ലാസ്റ്റ് ഗായ് ഈസ് ആദിത്യ രാജ് TR. സോ ഈ 4 പേർക്കും എന്റെ കൺഗ്രാറ്റുലേഷൻ. സോ അടുത്ത ചോദ്യം ഇതാ പിടിച്ചത്. നമ്മുടെ സെന്യൂട്സിന് ഫസ്റ്റ് ഫോം അല്ലാതെ മറ്റൊരു തണ്ടർ ബ്രീത്തിങ്ങിന്റെ ഫോം കൂടി അറിയാം. അത് ഏത് ഫോം ആണെന്ന് അറിയാമോ? സോ കറക്റ്റ് ഉത്തരം അറിയാവുന്നവര് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ 8 പേരെ മെൻഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ താഴെ കമന്റ് ചെയ്ത് പറഞ്ഞേക്ക്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ മുസാനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് പുള്ളിക്കാരനെ ഒരു സോഡ് കൊണ്ടും കൊല്ലാൻ സാധിക്കത്തില്ല. പുള്ളിക്കാരനെ കൊല്ലുന്നുണ്ടെങ്കിൽ രാവിലെ വരെ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് സൂര്യന്റെ താഴത്തുണ്ട്. അതുകൊണ്ട് താഞ്ചുറക്കും ഗിയുവിനും എങ്ങനെയെങ്കിലും മുസാനെ ഇപ്പൊ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തിയേ പറ്റത്തുള്ളൂ. കാരണം ബാക്കിയുള്ള ഒരു വരെ എങ്ങനെയെങ്കിലുമൊക്കെ പുള്ളിക്കാരനെ പിടിച്ചു നിർത്തും. താഞ്ചുറ മനസ്സിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മുസാനെ പറ്റി ഒരു ചെറിയൊരു വീക്ക്നെസ് എങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ എല്ലാവരും വന്നു കഴിഞ്ഞുള്ള ബാറ്റിൽ അത് വളരെ നന്നായിട്ട് തന്നെ ഉപകാരപ്പെടും. എന്നാൽ പെട്ടെന്ന് തന്നെ മുസ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുവാണ്. താഞ്ചുറും ഗിയു അത് ഡോഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ അറ്റാക്ക് വളരെ വൈഡ് റേഞ്ച് ഒരു അറ്റാക്ക് ആയിരുന്നു. നമ്മുടെ ഗിയു അത് നന്നായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മുസാന്റെ കൈ വളരെയധികം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ല മുസാന്റെ കൈ ഒരു സോഡ് പോലെ ഷാർപ്പും ആയിരുന്നു. നമ്മുടെ താഞ്ചുറക്കായിട്ട് ഒരു അറ്റാക്ക് പോലും നേരെ ചെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയാണ് താഞ്ചുറ ഇതെല്ലാം ഡോഡ്ജ് ചെയ്യുന്നത്? പക്ഷേ എങ്ങനെയൊക്കെ താഞ്ചുറ മുസാനുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്ത് താഞ്ചുറയ്ക്ക് മുസാനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടും. അങ്ങനെ മുസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകാൻ നിർത്ത് പെട്ടെന്ന് തന്നെ താഞ്ചുറ റൈറ്റ് ആയി മുറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ താഴത്തേക്ക് വീഴുവാണ്. മുസാന്റെ ചുറ്റിനും പുള്ളിക്കാരന്റെ കൈ ഇങ്ങനെ വട്ടം നിൽക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഫുൾ പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത്. സാധാരണ ഒരാൾക്ക് അത് കാണാൻ പറ്റുന്നില്ലെന്ന് മാത്രം. പെട്ടെന്ന് തന്നെ നമ്മുടെ താഞ്ചുറിന്റെ അടുത്ത് ഓടുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് നീ ഇത്രയും ക്ലോസ് ആകുന്നു വേണ്ട, നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തിയാൽ മതി. ബാക്കിയുള്ളവരെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുസാനെ എങ്ങനെയെങ്കിലും രാവിലെ വരെ പിടിച്ചു നിർത്താൻ പറ്റും. രാവിലെ വരെ പിടിച്ചു നിർത്തിട്ട് നിങ്ങൾ എന്ത് കാണിക്കാനാണ്? ഇത് ഇൻഫിനിറ്റി കാസിലാണ്. ഇതിന്റെ അകത്തേക്ക് ഒരു സൂര്യപ്രകാശം പോലും വരത്തില്ല. അതുമല്ല 3 പില്ലേഴ്സിനെ വെച്ചുകൊണ്ട് നിനക്കൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. ഇതിനായിട്ട് താഞ്ചുറ കിഴിഞ്ഞെട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുസാൻ പറയുകയും ചെയ്യും എന്റെ സബോർഡിനേറ്റ് ആ ഫീമെയിൽ പില്ലറേയും പിന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്നതിനെ കൊന്നു. എന്നിട്ട് നമ്മുടെ ഒബനായ മിറ്റ്സൂരിയും മരിച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മുസാൻ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ താഞ്ചുറ ഗിയുവിനെ ഉന്തി മാറ്റുന്നുണ്ട്. കാരണം താഞ്ചുറക്ക് അറിയാം പുള്ളിക്കാരൻ നമ്മുടെ ഗിയുവിന് ഒരു ബാധ്യമായിട്ട് നിൽക്കുകയാണ്. ഒരു കണ്ണ് പോയാൽ എന്താ എനിക്ക് ഇപ്പോൾ സ്മെല് ചെയ്യാൻ പറ്റൂല, ഞാൻ സ്മെല് ചെയ്ത് കണ്ടുപിടിക്കുമെന്ന് പറയാൻ നേരത്ത് നമ്മുടെ മുസാൻ താഞ്ചുറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ താഞ്ചുറ ഒരു വാളിൽ ഇടിച്ച് നേരെ താഴത്തേക്ക് വീഴുവാണ്. അതായത് മുസാന്റെ അറ്റാക്സ് വളരെയധികം സ്പീഡായിട്ട് താഞ്ചുറക്ക് ഒന്ന് സ്മെല് ചെയ്യാൻ പോലും ടൈം കിട്ടുന്നില്ല. പുള്ളിക്കാരന്റെ ചുറ്റിനുള്ളതൊന്നും താഞ്ചുറക്ക് കാണാനും പറ്റുന്നില്ല. അങ്ങനെ മുസാന്റെ അറ്റാക്ക് താഞ്ചുറയുടെ കഴുത്തിന്റെ താഴത്തൊരു വരാൻ നേരത്ത് പെട്ടെന്നൊരു സംഭവം ഉണ്ടാകും. നമ്മുടെ മിറ്റ്സൂരി മുസാന്റെ പുറകിൽ കൂടെ ആ റൂഫും പൊളിച്ച് താഴത്തേക്ക് വരും. മുസാനാട്ടെ വളരെയധികം സർപ്രൈസ് ആകുന്നുണ്ട്. എന്നിട്ട് മുസാന്റെ മേത്ത് പുള്ളിക്കാരി കുറെ അധികം അറ്റാക്ക് ചെയ്യും. ഇതെല്ലാം മുസാന്റെ മേത്ത് കൊണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഞെളിഞ്ഞ് നിൽക്കാൻ നിർത്തി ഒരു കാര്യം പുള്ളിക്കാരി ശ്രദ്ധിക്കും. അതായത് മുസാന്റെ മേത്ത് ഒരു ചെറിയ സ്ക്രാച്ച് പോലും വീണിട്ടില്ല. നമ്മുടെ ഒബനായിട്ട് താഞ്ചുറിനെ രക്ഷിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് ഒബനായി പറയും ചെയ്യും നീ ഒരു ബാധ ആയിക്കൊണ്ടിരിക്കുകയാണ്, നീ അത് മനസ്സിലാക്കാൻ നോക്കുക. താഞ്ചുറായിട്ട് പുള്ളിക്കാരന് വളരെ സന്തോഷമാണ്. കാരണം ഒബനായി മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ താഞ്ചുർക്ക് പകുതി ആശ്വാസമായി. അപ്പൊ നമ്മുടെ ഒബനായി പറയും ചെയ്യും നീ ആദ്യം നിന്റെ കാര്യം നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ. മുസാൻ അത് വളരെയധികം ദേഷ്യത്തിലാണ്. പുള്ളിക്കാരൻ നാക്കിയവർക്ക് ചോദിക്കുന്നുണ്ട് നീ അവിടെ എന്ത് കുന്തം കാണിക്കുവാണ്, ഇവർ രണ്ടുപേരും എങ്ങനെയാണ് എന്റെ ഫ്രണ്ട് ജീവനോടെ നിൽക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് പാനലിൽ നമ്മുടെ യൂഷിറോനെ കാണിക്കാം. പുള്ളിക്കാരൻ തന്റെ കൈ നാക്കിയുടെ തല കുത്തി കയറിച്ചിട്ട് പുള്ളിക്കാരനെ നാക്കിമേനെ ഇപ്പൊ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ ഇൻഫിനിറ്റി കാസിൽ എല്ലാം കിടന്ന് കുലുങ്ങാൻ തുടങ്ങും. എന്നിട്ട് പുള്ളിക്കാരൻ പറയും ചെയ്യും ആര് യൂഷിറോ പറയും ചെയ്യും നീ എന്റെ തമിഴ്സാനെ എന്റെ അടുത്ത് എടുത്ത് കളഞ്ഞു. എന്നിട്ട് വളരെയധികം ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂഷിറോനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയും ചെയ്യും മുസാൻ ഞാൻ നിന്റെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എടുത്ത് കളയാൻ പോകുവാണ്. അങ്ങനെ യൂഷിറോട് ആ ദേഷ്യവും കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ ഇതുപോലെയുള്ള ഡീമൺ സ്ലെയർ അതേപോലെ വൺ പീസ് ഇനി ഇറങ്ങാതിരിക്കുന്ന ബോറുട്ടോയുടെ ഒക്കെ ചാപ്റ്റർ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ ഒന്ന് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടാൻ മറക്കണ്ട.